ഏറെക്കുറെ നമ്മൾ മണാലിയിൽ എത്തിയിട്ടോ. അയ്യോ ഇതാ പൊറോട്ട എന്നുള്ള ഞങ്ങൾ ഉദ്ദേശിച്ച പൊറോട്ടല്ല. നമ്മളെ കണ്ട മഞ്ഞ് വീഴുന്നത്. നമ്മളെങ്ങോട്ടാ പോകുന്ന അറിയാം നമ്മളെ ഹഡിംബ ടെമ്പിളിലേക്ക്. ഇവിടേക്ക് എങ്ങനെയാ കിട്ടുക? അപ്പോൾ ഏറെക്കുറെ നമ്മൾ മണാലിയിൽ എത്തിയിട്ടോ. ഞാൻ പക്ഷേ മണാലിയിൽ ഇങ്ങനെ വരണം എന്നല്ല ആഗ്രഹിച്ചത്. താഴെയുള്ള ഓരോ സ്ഥലങ്ങളും കണ്ടു തീർത്ത് മുകളിലേക്ക് എത്തിപ്പെടണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ നീത്തു ഇതുവരെ ഫ്ലൈറ്റ് കയറാത്തതുകൊണ്ടോ അവളൊരു ആഗ്രഹം തീർക്കാമെന്നുള്ള രീതിയിലും പിന്നെ ഡൽഹി വരെ വന്ന് പിന്നെ അവിടുന്ന് എന്തായാലും സീസൺ ടൈം ഞാൻ ജനുവരി ടൈമിലാണ് കേട്ടോ വീഡിയോ വരുമ്പോൾ ലേറ്റോ. അപ്പോൾ ആ ടൈമിൽ മഞ്ഞ് പെയ്യുന്നതും കാണാമെന്നുള്ള ബേസിലാണ് വന്നേട്ടോ. നമുക്ക് റൂം വന്നത് കേട്ടോ വാലി ഓഫ് ഗോഡ്സ് ഇനി റൂം വേണ്ട അതൊക്കെ വന്നുണ്ട് കേട്ടോ. റൂം കാണിച്ചോ. വാതിൽ തുറന്ന് വലിച്ചടച്ചായിരുന്നു ഉണ്ടോ കുട്ടലെ റൂം. നന്ദമോള് സോക്സ് കഴിച്ച് ചൂടുവെള്ളം ഇടും. അതാ ഈ രണ്ടാമത്തെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം. സോളാറാണ് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുള്ളൂ. ബെഡൊന്നുമില്ല. ബാത്റൂം കാര്യങ്ങൾ ബെഡ് വ്യൂ മനസ്സിലാവും. ആരോ ഒന്നും തുറന്നോ. റൂം ബോയ് വന്നോ. ആ സോപ്പില്ലേ? എന്താ നമുക്ക് ചെറിയൊരു സോപ്പ് കിട്ടിയിട്ടോ. കഴിക്കുന്നത് നല്ല പറഞ്ഞു കേട്ടോ. ഇവിടെ ചെറിയ ഡോറുണ്ട്. ഡോറിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വ്യൂ. 2 ചെയറൊക്കെ കിട്ടുന്നുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പൊളി. ഗംഭീര വിഷ്വൽസ് കിട്ടോ. പൊളി. രസമാണ്. ഒരു രക്ഷ കിട്ടോ. ഇവിടെ ഒരു കോമഡി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കൊണ്ടുവന്നേ നമ്മൾ പൊറാട്ടയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കിട്ടുന്ന പൊറാട്ട ഇങ്ങനെയാണ്. ചപ്പാത്തി മോഡലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പൊറോട്ട. അപ്പോൾ നന്ദമോള് പറയാണ് ഇതല്ല വേണ്ടത്, ചപ്പാത്തിയല്ല വേണ്ടത്, പൊറോട്ടയാണ് വേണ്ടത് എന്നല്ലേ. ആകെ കുടുങ്ങി. അയ്യോ ഇതാണ് കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് ഇത്രയ്ക്ക് ആര് തിന്നതോ പൊറോട്ട. ഇതോ അയ്യോ ഇതാ പൊറോട്ട എന്നുള്ള ഞങ്ങൾ ഉദ്ദേശിച്ച പൊറോട്ടല്ല. എന്തേ ഇരിക്കി നമുക്കൊരു കസേര എടുക്കണം അവിടുന്ന്. ആകെ കുടുങ്ങി. നീ മനസ്സിലായല്ലോ. ഇന്നലെയും കൂടെ ഡൽഹിയിൽ കഴിക്കുമ്പോ പറഞ്ഞാണ് പൊറോട്ട ഇങ്ങനെയാണ് വരിക. ഞങ്ങൾ ഇവിടെ പൊറോട്ടയ്ക്ക് പറഞ്ഞപ്പോൾ അവര് ബാബുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ റോഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. അപ്പോൾ ക്യാമറയിൽ വെള്ളം വീണു. ഇങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. ഇപ്പോൾ കട ക്ലോസ് ആയി കിടക്കാം. വരണം. രാജുബായിൻ്റെ ഒരാളെ വീട്ടിൽ വന്നോട്ടോ. ഒരു മരം കെട്ടിയുള്ള പരിപാടിയിലാണ്. അവരെ കൂടുതൽ ഞാൻ കൂടിയായി. ഇവരെ കുട്ടിയാണ്, കരയുന്നുണ്ട്.
ब्लेड चालू नहीं हो रहा है, ब्लेड चालू नहीं ऐसा लगता है, ब्लेड का पावर नहीं ऐसा लगता है. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റൂമിൽ പോയി മാറ്റി സെറ്റായി നോക്കട്ടോ. ഇവരിപ്പോൾ വണ്ടിയും കൊണ്ടുവരും രാജുഭായി. നമുക്ക് എന്നിട്ട് പുറത്തൊന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാം. ബെസ്റ്റ് ടൈം കേട്ടോ, മഞ്ഞാണ് വീഴുന്നത്, മഞ്ഞ്. നമ്മളെ കണ്ട മഞ്ഞ് വീഴുന്നത്. കണ്ടോ മഞ്ഞ് വീഴുന്നത്? ആ അങ്ങോട്ട് നോക്ക്, നമ്മൾ അങ്ങോട്ട് നോക്ക്, ദൂരേക്ക്. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് കാണാം, ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ തൊടാം. അങ്ങോട്ട് ദൂരോട്ട് നോക്ക്, ആ ഫീൽഡിൽ ദൂരോട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. സ്നോഫോൾ കണ്ടിട്ട്, സ്നോഫോള് മഞ്ഞുണ്ടോ ബാക്കില്, നമുക്ക് കാണാ, താഴെ ഇറങ്ങിയിട്ട് കാണാ. ഒന്നുമില്ല, വിളിച്ചതാ. മഞ്ഞട്ടോ, മഞ്ഞിങ്ങനെ. ആ ഗ്ലൗസ് കൊടുത്തോ, പിന്നെ ഇവിടെ യൂസ് ചെയ്യാനല്ല, പിന്നെ എവിടത്തേക്ക് മേടിച്ചാ. ഇതാ എന്താ മോളെ, മഞ്ഞില്ലേ? നമ്മള് റൂമിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. സെൽഫി സ്റ്റിക്ക് എടുത്തോ. നീറ്റ് റൂമൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറങ്ങാനുള്ള പരിപാടിയില്ല. എന്താ ലേസ് അല്ല നമുക്ക് വേണം തന്നെ. ആ ലേസ് താഴത്ത് മേടിക്കാം, ബാഗിൽ വെച്ചിട്ടുണ്ട് മറ്റേ ലേസ്. വണ്ടിയിൽ നിന്ന് എടുക്കാം. അല്ല ഞാൻ എടുക്കാം. ഞാൻ എടുക്കാം. ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ല ചെയ്ത, ഞാനും ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ഐസ് ഇങ്ങനെ താഴെ മഞ്ഞ് നോക്കും, കാറിന്റെ മുകളിലൊക്കെ വീഴുന്ന ഐസോടെ. അവരെന്താ പറയുക പറഞ്ഞത്, നാളെ രാവിലെ, ഇന്നിപ്പോൾ ഇവിടെ മഴ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന മാതിരി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതേമാതിരി പെയ്തുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും മഞ്ഞ് വയ്ക്കുന്നു. എന്നുവെച്ചാൽ കാറിലൊക്കെ, കാറിൻ്റെ മുകളിൽ, റോഡ് റോഡ് സൈഡിൽ റോഡ് का साइड में पूरा ഇതൊക്കെ ആണ്. റോഡിൻ്റെ സൈഡിൽ, വണ്ടീൻ്റെ മുകളിൽ, ഇതേമാതിരി വണ്ടീൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും മഞ്ഞ്. നമുക്ക് ഇങ്ങനെ പിടിക്കാം, മഞ്ഞ് ഇങ്ങനെ തൊടാം. നമ്മൾക്ക് അതിനുണ്ട്, പൊളിയല്ലേ നമ്മളെ? ആ മഴ തന്നെ तो बोलता है बारिश है बारिश है बारिश है. तो അയ്യോ നീത്തുനെ കാണാനില്ല. Alaknanda.
കണ്ടോ എൻ്റെ പേരാ വിളിച്ച അളകുന്നുണ്ടോ? ആ ആ അവിടെ വെള്ളമാണ്. ഐസ പെട്ടെന്ന് കയ്യിൽ വന്ന് അലിഞ്ഞുവല്ലോ. കിട്ടി അലിഞ്ഞുപോയി. पावर बैंक आपका है ना? ओह थैंक यू. थोड़ा चार्ज में डालेगा ना. നമ്മളെങ്ങോട്ടാ പോകുന്ന അറിയാമോ നമ്മളെ? ഹഡിംബ ടെമ്പിളിലേക്ക്. ഹഡിംബ ഹഡിംബ. നിൽക്കണോ? ഹഡിംബ ടെമ്പിൾ. അതതിന് മുകളിൽ എഴുതി വെച്ചിരുന്നോ നമ്മളെ? അയ്യോ അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹഡിംബ ടെമ്പിൾ. फॉरेस्ट है? हाँ ये फॉरेस्ट है, उधर जा सकते हैं बट अभी इस मौसम में कहाँ जाना है. നന്ദമോളി അമ്പലത്തിന് പേര് പറഞ്ഞതും കറക്റ്റ് ആണ്. ഇവിടെ നാട്ടുകാർ ഹാഡിംബ എന്ന് പറയുന്നവരുണ്ട്, ഹിഡിംബ ദേവി എന്ന് പറയുന്നവരുണ്ട്, ദുങ്കാരി ക്ഷേത്രം എന്ന് പറയും, ഹിഡംബ ക്ഷേത്രം എന്ന് പറയും. അങ്ങനെ പല വിധത്തിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈ അമ്പലം. നമുക്ക് എന്തായാലും പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം. നിന്നു ാണോ? സ്നോ. മഞ്ഞ് മേല് വീഴില്ല, ഗ്ലാസ്സിലല്ലേ വീഴുക. മനസ്സിലാവും. ഉള്ളോട്ടേക്ക് ആവണ്ടേ? ഉള്ളോട്ടേക്ക് ആയാൽ ഞാൻ പിന്നെ അന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക്. ऑनलाइन पे? हाँ यस ऑनलाइन. എല്ലാം മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ, പൊളിയായിട്ട്.
इधर है ना हाँ वही बोल रहा हूँ अंदर നടന്നോ നടക്ക റോട്ടുമേലെ ഐസായിട്ട് ഉണ്ടോ റോഡ് നിരങ്ങാണ് കേറുന്നില്ല വാ ആ പോക്കറ്റിലിട്ട് ഇട്ടൂടെ ഓയ്യോ आएगा वापस आने के അങ്ങനെ നടന്നോ മുകളോട്ട് നടന്നോ മേടിച്ചാ नहीं बच्चा को देने के लिए नहीं बच्चा को देने के लिए नींबू हाँ नींबू डालो मसाला चिल्ली टाइप है ना लाइट होगा नहीं थैंक यू ഇവിടേക്ക് എങ്ങനെയാ കിട്ടുക അയ്യോ അങ്ങനെ മാത്രം ഇവിടെ കിട്ടൂല ആ അവിടുന്ന് കിട്ടൂല എങ്ങനെയാ തരുമോ ഒരു അല്ല കടിച്ചു തിന്നു കടിച്ചു നോക്കി നല്ല രസമുണ്ട് ആടിയമ്പിയോ ഉള്ളിലൊക്കെ നന്നായില്ലേ ഇപ്പൊ വാട്ടർ പ്രൂഫിലല്ല നടക്ക് നീ അപ്പുറത്ത് മേടിച്ചിരുന്നല്ലേ ഏട്ടനോട് ചോദിച്ചിട്ടേ ഏതാണെന്ന് ചോദിക്കാം ഏട്ടനോട് എന്തേ നമുക്ക് ചോദിച്ചു നോക്കാം കട്ട മഞ്ഞാണ് എൻ്റെ പിന്നെ എടുക്കണോ മഞ്ഞ് പെയ്തിട്ടേ നമ്മൾ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഇതായ മാതിരി മഴയത്ത് വെച്ചിട്ട് വെള്ളം കയറിയ മാതിരി രാവിലേക്കും ഈ പപ്പൻ്റെ കണ്ണ് अरे कोई इसका താഴെയൊക്കെ താഴെയൊക്കെ അത് നമുക്ക് ഐസ് കണ്ടോ ഐസ്
പൊളിയായില്ലേ സീസേ? ഓൺ ഓളെടുത്തോ. कसोल नहीं जाएंगे तो भी चलेगा मुझे। മുകളിലെത്തി കഴിഞ്ഞാൽ താഴെ നിർത്താം. ഇതാ ഇവിടെ സോറി ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ വരുന്നത് ഹിഡിംബി ദേവിയാണ് കേട്ടോ. ഹിഡിംബി ദേവി വരുന്നത് മഹാഭാരത കഥയിലുള്ള ഭീമൻ്റെ ഭാര്യയാണ് കേട്ടോ. ഭീമൻ്റെ ഭാര്യയാണ് ഹിഡിംബി ദേവി എന്ന് പറയുന്നത്. ഇത് ദേവദാരു വനത്തിലാണ് ഈ ഒരു ക്ഷേത്രം കിടക്കുന്നത്. ഒരു ഗുഹാക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. നമുക്കിങ്ങനെ നടന്നു നോക്കിയാലോ എന്തോളെ വാ. എന്താല്ലേ അതോളെ सर केसर लेगा कुंकुमपुरी कश्मीरी कुंकुमपुरी केसरी അതിനകത്ത് മാൻ്റെ കൊമ്പുകൾ കണ്ടോ? ഇവിടെ ദേവതയുടെ പ്രതിരൂപമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന വലിയൊരു പാറക്കല്ലാട്ടോ ഈ ഒരു അമ്പലം ഫുള്ളായിട്ട് പണിതത്. അതും 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. പൊളിയാണ്, ഒരു രക്ഷയുമില്ല. കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ മഞ്ഞ് വീഴ്ച അടിപൊളി. അവിടെ എന്തോ ദൈവത്തിനുണ്ടോ ഞാൻ ये तो बर्फ अभी पड़ने स्टार्ट हुआ है, बचपन से देख रहे हम बर्फ को, आपके लिए तो पहली बार है। फोटो निकाल रहे थोड़ा यार मुंडा ने दाल लगा सच सकते हो। സോറി സോറി ഫുള്ള് മാൻ്റെ കൊമ്പുകളുണ്ട്. ഒരു അവിടെ നോക്കാം. മാൻ്റെ കൊമ്പുകളൊക്കെ എന്താണ് സിറ്റുവേഷൻ? നമുക്കൊരു ഫോട്ടോ എടുത്താലോ? അപ്പൊ നമുക്ക് ഇവിടുന്ന് മെല്ലെ നീങ്ങാട്ടോ. ഇവിടെ ഇങ്ങനെ കുറെ നേരമായി ഇരിക്കുന്നു. ഫുള്ളിങ്ങനെ മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുന്നു.
അന്തമോളുണ്ട്. അതാണ് നമുക്ക് വണ്ടീനകത്തേ പോയാൽ പിന്നെ തണുക്കൂല. നീത്ത് കൊടുക്കും. ഇത് നീത്തിനെ കണ്ണു കിട്ടി പോവോ? ഒപ്പം എടുക്കണം. ഞാൻ എടുക്കാം. 1 2 3 स्टार्ट. आगे आगे प्रश्न होता അതിന് മുകളിലോട്ടേ പോയി നോക്കണം. മുകളിലോട്ടേ പോയാൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നീ നോക്കുന്ന കാണാം. കൊണ്ടോ കൊടയാൻ പിടിച്ചോ. കൊണ്ടോ കണ്ടൊക്കെ ഞാൻ പിടിച്ചില്ല. കാലിൽ തന്നിട്ടില്ല. അമ്പലത്തിന്റെ പേരെന്തിനു പറഞ്ഞു ഇല്ലേ? ഞാൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. വേറെ മേടിക്കാലോ. ഞാൻ പറഞ്ഞില്ലേ മേടിക്കാന്ന്. പിന്നെന്താ, താഴ്ത്തുനിന്ന് മേടിക്കാം കേട്ടോ. ഇവിടെ നിന്നല്ല, താഴ്ത്തുനിന്ന്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ ആക്കല്ലേ. നിങ്ങളുടെ ഞാൻ അത്രയും തണുപ്പത്ത് ഇനി അവിടെ നിൽക്കണോ? പറ ചക്കര. ആണെ നമ്മൾ ഒന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ ഇതിനുള്ളൂ. ഓളെ ഞാൻ എടുത്തോളാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്താണ് ദിവസം നിങ്ങളെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ ഇനിയും ചിലപ്പോൾ വരും. എനിക്ക് നിങ്ങളെ കൂട്ടി കൊണ്ടുകൊണ്ട് നിങ്ങളൊരു കംഫേർട്ട് അല്ലാത്ത മതി. നമുക്ക് അവിടെ ചെന്നിട്ട് മഞ്ഞ് നല്ലപോലെ അവിടെ 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 മഞ്ഞുണ്ട്. നമുക്ക് തൊടാൻ നമുക്ക് ബക്കി മാതിരി ഡോഗ് ഒക്കെ മഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുക കേട്ടോ. ഒരിക്കണ്ടിരിക്കണ്ടോ. കമ്മിക്കുട്ടിയാണോ നായ്ക്കുട്ടിയാണോ? ഫുള്ള് കൺഫ്യൂഷനായി. നോക്ക് നമ്മള് കൊടേനെ മുകളിലൊക്കെ ഐസാട്ടോ. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഓളെന്താ പറഞ്ഞ പച്ച വേണമെന്നാ? भैया एक दे दो मसाला कुछ नहीं डाल दो. मसाला नहीं रहेगा. नहीं ഇങ്ങനെയല്ല വേണ്ടേ? मसाला नहीं लगाना. മസാല ഇങ്ങനത്തെ അല്ല, ഇങ്ങനെയാ കിട്ടുക. അതിനകത്ത് മസാല തേക്കൂല. ഇങ്ങനത്തെ കിട്ടൂലെന്ന്. അതിന് തിന്നാൻ കയ്യിൽ കിട്ടുമോ? ഇങ്ങനത്തെ കേട്ടോ നമ്മളെ എരിവില്ലാത്ത 50 changes sir. 100. No changes. നിങ്ങൾ നടന്നോ? വണ്ടിയിൽ നടന്നോ? എന്താ ഇതുകൊണ്ട് പിസ്തോ വേണോ? यूट्यूब चैनल है. यूट्यूब चैनल का अंदर में डालने के लिए. आपका नाम क्या है? मेरा नाम पायल. पायल. ചൂട് വെള്ളം പതച്ച് വരുന്നു. നൈറ്റ് നമ്മളെ കണ്ണിനെ കൊണ്ട് കാണുമ്പോൾ അടിപൊളിയാട്ടോ.